നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്തെ രാഷ്ട്രീയക്കാറ്റ് മാറുകയാണ്. ബി.ജെ.പിക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ: വർഗീയത ആളിക്കത്തിക്കുക. കലാപത്തിലൂടെ അധികാരത്തിൽ കയറിയവരുടെ അവസാനത്തെ അടവ് കണ്ണീരാണ്. दूसरा, मेरे मन में भाव रहता है, हो सकता है मेरी मां ने मुझे जन्म दिया। देखिए, इसको क्या कहूंगा मैं। അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നാൽ അതോടെ വൻ ഭൂരിപക്ഷത്തോടെ ബി.ജെ.പി അധികാരത്തിൽ എത്തുമെന്നായിരുന്നു മോദിയുടെ കണക്കുകൂട്ടൽ. ആദ്യം മിഷൻ 400 പ്രഖ്യാപിച്ചു, പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ അതോടെ കാര്യങ്ങൾ എളുപ്പമായെന്ന് കരുതി. പക്ഷേ കോടതി മോദിയെ തിരുത്തി. കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചു. मेरे को 20 घंटे हो गए बाहर आए हुए, और 20 घंटे में मैंने कई लोगों से बात की है. 4 जून को मोदी सरकार वापस नहीं आ रही है, सब लोग बता रहे हैं. हरियाणा में इनकी सीट कम हो रही है, कर्नाटक में हो रही है, राजस्थान में हो रही है, महाराष्ट्र में हो रही है, बिहार में कम हो रही है, यूपी में कम हो रही है, बंगाल में कम हो रही है, झारखंड में कम हो रही है, और दिल्ली में तो बीजेपी की 0 सीट आ रही है. और पहले जब उनकी सरकार थी, उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയായിരുന്നു ബി.ജെ.പിയുടെ പ്രധാന മുദ്രാവാക്യം. മോദി ഗ്യാരണ്ടി മോദി തന്നെ മറന്നിരിക്കുന്നു. മുസ്ലിം വിരുദ്ധതയാണ് ഇപ്പോഴത്തെ ആയുധം. മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. ഏപ്രിൽ 21 രാജസ്ഥാനിലെ ബൻസ്വാര. മോദി പ്രസംഗിച്ചതിങ്ങനെ: കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു നൽകും. മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. ഏപ്രിൽ 22 യു.പിയിലെ അലിഗഡ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകളുടെ താലിമാല പോലും പൊട്ടിച്ച് മറ്റുള്ളവർക്ക് നൽകും. മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. ഏപ്രിൽ 30 കർണാടകത്തിലെ ബാഗൽകോട്ട്. ഒ.ബി.സി സംവരണ പട്ടികയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ഭരണഘടന അട്ടിമറിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. മെയ് 1 ഗുജറാത്തിലെ ബനാസ്കാണ്ട. മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ ഭരണഘടന മാറ്റില്ലെന്ന് എഴുതിത്തരാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ? മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. മെയ് 4 ജാർഖണ്ഡിലെ ചായ്ബാസ. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ കോൺഗ്രസ് പിടിച്ചെടുത്ത്
വോട്ട് ജിഹാദ് നടത്തുന്നവർക്ക് വിതരണം ചെയ്യും. മെയ് 7 മധ്യപ്രദേശിലെ ധർ. കോൺഗ്രസ് വന്നാൽ ക്രിക്കറ്റ് ടീമിലും മുസ്ലിങ്ങൾക്ക് മുൻഗണന ലഭിക്കും. പഞ്ചാബിലാകെ 13 ലോക്സഭാ സീറ്റുകൾ. കഴിഞ്ഞ തവണ BJPക്ക് ലഭിച്ചത് 2 സീറ്റുകൾ മാത്രം. ഇത്തവണ ഒറ്റ സീറ്റ് പോലും BJPക്ക് ലഭിക്കില്ല. പഞ്ചാബിൽ മാത്രമല്ല, ദില്ലി, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം സിഖ് മതവിഭാഗം നിർണായക ശക്തികളാണ്. അവരെ ആകർഷിക്കാനാണ് ഈ നാടകം. ദില്ലി നഗരം കർഷക സമരത്തിൽ പ്രകമ്പനം കൊണ്ട നാളുകൾ. അന്നിവരെ ഖാലിസ്ഥാൻ ഭീകരർ എന്ന് വിശേഷിപ്പിച്ചവരാണ് BJP നേതാക്കൾ. BJPയുടെ പ്രതികാര നടപടികൾക്കിരയായി ജീവൻ നഷ്ടപ്പെട്ടത് നിരവധി പേർക്കാണ്. അങ്ങനെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയ നിയമം അനുസരിച്ച് ഒരു കൂട്ടം പേർക്ക് പൗരത്വം ലഭിച്ചിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം താഴെത്തട്ടിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ്? ബംഗാളിലെയും അസമിലെയും അതിർത്തി ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കും. ഇന്ത്യ ഒരു മതേതര രാജ്യം, എല്ലാ മനുഷ്യരും തുല്യർ. ആ മൗലിക തത്വത്തിന് പൂർണ്ണമായും എതിരാണ് പൗരത്വ ഭേദഗതി നിയമം. 2019 മോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം മതാടിസ്ഥാനത്തിലാണ് പൗരത്വം നൽകുന്നത്. 2014 ഡിസംബർ 31 അതിനു മുമ്പോ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരും കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരുന്നവരുമായ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പുതിയ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കും. എന്നാൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം ലഭിക്കില്ല. നിയമം വിവേചനപരമാണ്. മാത്രമല്ല, ഈ നിയമം മതപരമായ വിവേചനം പുലർത്തുന്ന മറ്റ് പല നടപടികളുടെയും തുടക്കമാണെന്ന ആരോപണവും ഉയർന്നു. മോദി സർക്കാരിനെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭമുയർന്നു. പൗരത്വ ഭേദഗതി നിയമം പലയിടത്തും സാമുദായിക സ്പർദ്ധയുണ്ടാക്കി. ദില്ലി കലാപകലുഷിതമായി. ഈ വർഷം മാർച്ച് 11 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം മോദി സർക്കാർ പുറപ്പെടുവിച്ചു. മെയ് 15 കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി SH അജയ്കുമാർ 14 പേർക്ക് പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകി. വ്യാപകമായി.
ബംഗാളിൽ BJP ഇവർക്കെല്ലാം പുതിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കേണ്ടതാണ്. എന്നാൽ ഒരാൾ പോലും ഇതുവരെ ഇവരാരും തയ്യാറല്ല. देश में करोड़ों की संख्या में घुसपैठिए घुसे हुए हैं, दीमक की तरह चाट गए हैं देश के भविष्य को. उनको उखाड़ फेंकना चाहिए या नहीं उखाड़ फेंकना चाहिए? പശ്ചിമ ബംഗാളിൽ നിന്ന് വ്യത്യസ്തമാണ് അസം.
ഇവിടെ ഒരു പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. പൗരത്വ രജിസ്റ്ററിൽ പേരില്ലാത്തവരൊന്നും നിലവിൽ ഇന്ത്യക്കാരല്ല. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകിയ വിവരമനുസരിച്ച് പൗരത്വ രജിസ്റ്ററിൽ പേരില്ലാത്ത 16 ലക്ഷം പേർ അസമിലുണ്ട്. ഇവരിലെ 7 ലക്ഷം മുസ്ലിങ്ങൾ, 5 ലക്ഷം ബംഗാളി ഹിന്ദുക്കൾ, 2 ലക്ഷം അസം ഹിന്ദുക്കൾ, 1.5 ലക്ഷം ഗൂർഖകൾ, 3.5 ലക്ഷം മറ്റുള്ളവർ. ഇവരിലെ മറ്റുള്ളവർ ആരാണെന്നതിനെക്കുറിച്ച് വ്യക്തത വരുത്താൻ അസം സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. പുതിയ പൗരത്വ ഭേദഗതി നിയമമനുസരിച്ച് 7 ലക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് പൗരത്വം ലഭിക്കും. എന്നാൽ അത്രയും വരുന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം ലഭിക്കില്ല. ബംഗാളിലെ പോലെ അസമിലും ഇതുവരെ ഒരാൾ പോലും പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടില്ല. അസമിൽ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പൗരത്വ രജിസ്റ്ററിൽ നിറയെ ക്രമക്കേടാണ്. കെടുകാര്യസ്ഥതയുടെ ഇരകളാവുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരാണ്. കൊക്രജാറിലെ അജ്മൽ ഗ്രാമത്തിലെത്തിയാൽ ഇതെല്ലാം നേരിൽ കാണാം. আমার মোর নাম আছে, ওর বাপের নাম আছে, 6-4 আছে, আর 3টে বেটি বেশি নেই। 3টে বেটি হাত দিতে হবে না? ওই যে বার্থ সার্টিফিকেট না গেলা বানাই, বার্থ সার্টিফিকেট না হওয়ার জন্য ওই 3টের জন্য হয় না। देश में करोड़ों की संख्या में घुसपैठिए घुसे हुए हैं, दिमक की तरह चाट गए हैं देश के भविष्य को। उनको उखाड़ फेंकना चाहिए या नहीं उखाड़ फेंकना चाहिए? আমার বেটি প্রথম বেটি, এটা মানে ফার্স্ট একটা লোড়া, তারপর এটা মাজত আর একটা লোড়া আছে। তার জন্ম সার্টিফিকেট অল্প ভুল হওয়ার কারণে স্কুল সার্টিফিকেট ভুলে ক্যান্সেল করে রাখা হয়। গেছিল তো ভালো হচ্ছে বলে না, ওটি देश में करोड़ों की संख्या में घुसपैठिए घुसे हुए हैं, दिमक की तरह चाट गए हैं देश के भविष्य को। उनको उखाड़ फेंकना चाहिए या नहीं उखाड़ फेंकना चाहिए? ബംഗാളിനും അസമിനും അപ്പുറം പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്ന പലതുമുണ്ട്. ആ ലക്ഷ്യങ്ങളുടെ ലക്ഷണങ്ങളാണ് രാജ്യത്തെ പലയിടങ്ങളിലും ഇന്ന് കാണുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ബംഗാളിൽ നിന്നുമുള്ള തൊഴിൽ കുടിയേറ്റങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ, മുർഷിദാബാദ് മേഖലകളിൽ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന തൊഴിൽ കുടിയേറ്റങ്ങൾ ഇന്ന് വ്യാപകമാണ്. കൊൽക്കത്ത നഗരത്തിലെ ഷാലിമാർ റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ നിന്നും പുറപ്പെടുന്ന ട്രെയിനുകളിലെ ജനറൽ കമ്പാർട്ട്മെന്റിലെ ദീർഘദൂര യാത്രക്കാർ അറിയപ്പെടുന്നത് കാലാവസ്ഥ കുടിയേറ്റ തൊഴിലാളികൾ എന്ന പേരിലാണ്. സംശയം വേണ്ട, മിക്കവരുടെയും ലക്ഷ്യസ്ഥാനം കേരളമാണ്. क्यों इधर काम नहीं है? कुछ भी नहीं, इधर काम नहीं, बाहर जाकर काम करते। पैसा नहीं मिलता है? क्यों? 500 रुपये रोज है इधर। ये सुंदरबन में क्या है, क्या प्रॉब्लम है? गाँव है, काम नहीं, कुछ नहीं। ഇതാണ് ഗൗതം റായിയുടെ നാടായ സുന്ദർബാൻ. ബംഗാൾ ഉൾക്കടലിന്റെ തീരങ്ങളിൽ പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിലുമായി 3860 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന കണ്ടൽ മേഖലയാണ് സുന്ദർബൻ. പ്രദേശത്തിന്റെ പ്രകൃതി രമണീയത പക്ഷേ ഇവിടുത്തെ മനുഷ്യ ജീവിതത്തിലില്ല. ജാദവ്പൂർ സർവകലാശാലയിലെ സമുദ്ര പഠന വിഭാഗം നടത്തിയ ഗവേഷണത്തിന്റെ കണ്ടെത്തലുകൾ സുന്ദർബനിലെ ദ്വീപുകൾ നേരിടുന്ന പാരിസ്ഥിതിക സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദ്വീപുകളിലെ തീരങ്ങളിലെ ജലനിരപ്പ് വർഷം തോറും 3.14 മില്ലിമീറ്റർ വരെ ഉയരുന്നു. വെള്ളം കയറി സമീപകാലത്ത് അപ്രത്യക്ഷമായത് 7 ദ്വീപുകൾ. 28% കണ്ടൽക്കാടുകൾ നശിച്ചു. ഉപ്പുവെള്ളം കയറിയതിനാൽ ഭൂമിയുടെ ഫലപുഷ്ടിയും കാർഷികോത്പാദനവും കുറഞ്ഞു. 30 വർഷങ്ങൾക്കുള്ളിൽ 17,179 ഹെക്ടർ കൃഷിഭൂമി നശിച്ചതായി ലണ്ടൻ സുവോളജിക്കൽ സൊസൈറ്റി നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. തൊഴിൽ തേടി ഓരോ വർഷവും സുന്ദർബനിൽ നിന്ന് കുടിയേറുന്നത് 10,000-ങ്ങൾ. എല്ലാ ഗ്രാമങ്ങളിലും കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ വീടുകളുണ്ട്. এখানে কাজ कुछ नहीं? কাজ হয় না, গরিব মানুষ পেটে দেয়, বাইরে আসতে হচ্ছে। अच्छा, কত সময় কাজ করতে होता है? 8 ঘন্টা। 8 घंटा।
ഒന്നുകിൽ തൊഴിൽ തേടി ഇതര സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറും, അല്ലെങ്കിൽ തുച്ഛമായ വേതനത്തിനായി നഗരങ്ങളിൽ ഇങ്ങനെ വിയർപ്പൊഴുക്കും. സുന്ദർബനിൽ നിന്ന് 260 കിലോമീറ്റർ അകലെ മധ്യബംഗാളിലെ മുർഷിദാബാദിലേക്ക്. ഏറെക്കാലം ബംഗാളിന്റെ നെല്ലറയായിരുന്നു ഈ പ്രദേശം. കടൽവെള്ളം കയറുന്നതല്ല, ഭൂമിക്കടിയിലെ ജലനിരപ്പ് കുത്തനെ താഴുന്നതാണ് ഈ മേഖലയിലെ പ്രശ്നം. സമൃദ്ധമായ ജലാശയങ്ങൾ, ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങൾ, ഇതെല്ലാമായിരുന്നു പശ്ചിമ ബംഗാളിന്റെ സവിശേഷതകൾ. എന്നാൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. വേനൽക്കാലത്ത് കൊടും വരൾച്ച, വർഷകാലത്ത് വെള്ളപ്പൊക്കം. തൊഴിൽ തേടി ചെറുപ്പക്കാരെല്ലാവരും കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. ഭാഗൽപൂർ സർവകലാശാലയിലെ ജിയോളജി വിഭാഗം നടത്തിയ പഠനമനുസരിച്ച് ഈ മേഖലയിലെ ഭൂഗർഭ ജലവിധാനം 3 മീറ്റർ വരെ താഴ്ന്നിരിക്കുന്നു. പത്മ, ഭഗീരഥി, ജാലങ്കി തുടങ്ങിയ 11 നദികളും നാശോന്മുഖമാണ്. ഉപ്പിന്റെ അംശം കൂടിയതിനാൽ കാർഷികോൽപാദനം ഗണ്യമായി കുറഞ്ഞു. 25 ലക്ഷത്തോളം പേർ കുടിക്കുന്നത് മലിനജലം. अभी कम नहीं, क्यों? अभी बारिश हो गया तो कम हो गया, बारिश नहीं तो कम नहीं. गर्मी के समय काम नहीं, ज्यादा गर्मी कम ही नहीं, कम नहीं. जो ये खेती अच्छी ना है. कुछ काम नहीं है, मैंने खेत के आबाद नहीं, वो बारिश नहीं तो ज़्यादा प्रॉब्लम, गर्मी से ज़्यादा प्रॉब्लम. गरीबी मानुष है ना, खाना नहीं पाएगा. പഴയ കൃഷിഭൂമിയിൽ ഇന്ന് നടക്കുന്നത് അനിയന്ത്രിത ഖനനം. ഗ്രാമങ്ങളിൽ തൊഴിലില്ലായ്മ രൂക്ഷമാവുമ്പോൾ കൂട്ടത്തോടെ ട്രെയിൻ കയറുന്നു. മിക്കവരുടെയും ലക്ഷ്യം കേരളം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലാണ്. ഒരു വശത്ത് വർഗീയത മാത്രം പറയുന്നവർ, മറുവശത്ത് ജനാധിപത്യത്തിനായി നിലനിൽക്കുന്നവർ. ആരാണ് ജയിക്കുക? തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ്. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.